ഹലോ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാം എഴുതുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഡൗട്ട്സ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ പരീക്ഷ ഒറ്റഘട്ടമായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, കട്ട് ഓഫ് എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഈ എക്സാം നോക്കാം. 423/2025 പ്രകാരമുള്ള വിജ്ഞാപനമാണ് ഈ എക്സാമിൻ്റേത്. ഈ എക്സാമിലെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസും കോർപ്പറേഷൻസും അതുപോലെ ബോർഡിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമാണിത്. മാത്രമല്ല, ഈ എക്സാം നടക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18/7/2026 സാറ്റർഡേ ആണ്. അതായത് ജൂലൈ മാസം 18-ാം തീയതിയാണ് ഈ എക്സാം നടക്കുന്നത്. ഓക്കെ, പിന്നെ ഈ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് 4/7/2026 ജൂലൈ മാസം 4-ാം തീയതി തന്നെ ഈ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വരും. മാത്രമല്ല 22/4/2026 മുതൽ അടുത്ത മാസം, അതായത് മെയ് 11 വരെയാണ് ഇതിൻ്റെ കൺഫർമേഷൻസ് കൊടുക്കാനുള്ള ടൈം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയും ആരെങ്കിലും കൺഫർമേഷൻസ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത മാസം 11-ാം തീയതി വരെ സമയമുണ്ടെന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ എക്സാം എന്ന് പറയുന്നത് OMR എക്സാം ആണ്. 100 മാർക്കിൻ്റെ എക്സാം ആണ് നടക്കുന്നത്. മലയാളത്തിലായിരിക്കും എക്സാം നടക്കുന്നത്. മാത്രമല്ല 1 മണിക്കൂർ 15 മിനിറ്റാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഈ എക്സാം എഴുതുന്നത് 6,51,606 ആളുകളാണ്, അപേക്ഷകരാണ് ഈ എക്സാമിനുള്ളത്. ഓക്കെ, മാത്രമല്ല ഈ കൺഫർമേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു 4 ലക്ഷത്തിൽ പ്ലസ് ആൾക്കാരായിരിക്കാം എക്സാം എഴുതുന്നത്. ഇത് മാത്രമല്ല ബെവ്കോയുടെ എക്സാമും അതുപോലെ സ്റ്റോർമാൻ്റെ എക്സാമും കൂടി ഈ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു 8 ലക്ഷത്തിൽ അധികം ആളുകൾ എക്സാം എഴുതാൻ കാണും. അതുകൊണ്ട് തന്നെ എന്തായാലും എക്സാം ആദ്യഘട്ടമായിട്ടായിരിക്കില്ല നടക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങൾ ഈ ഒരു ഡേറ്റ് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജൂലൈ മാസം 18-ാം തീയതി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ആദ്യഘട്ടം മാത്രമായിട്ടായിരിക്കില്ല നടക്കുന്നത്, എങ്കിലും നിങ്ങൾ ഈ ഒരു ഡേറ്റ് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇനി കട്ട് ഓഫിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ എക്സാം എന്ന് പറയുന്നത് 17/5/2023 നടന്നിരുന്നത്. ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 12/1/24 വന്നു. അപ്പം ഈ കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ 17/5/2023 വന്ന ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 ആയിരുന്നു. ഓക്കെ, 76.67 മാർക്കിന് മുകളിൽ നേടിയിട്ടുള്ള 4038 ആളുകൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, 12/1/2024 പുറത്തിറങ്ങിയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. കൂടാതെ മറ്റുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റ്, അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ്, അതുപോലെയുള്ള ഷോർട്ട് ലിസ്റ്റും കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ 8213 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് എന്തായാലും 80+ ആയിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും 80+ മാർക്കായിരിക്കും കട്ട് ഓഫ് എന്ന് വിചാരിച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ. ഓക്കെ, അപ്പം ഇതാണ് കട്ട് ഓഫിനെ പറ്റി പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി കഴിഞ്ഞ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024 അപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത വർഷം, അതായത് അടുത്ത വർഷം ജനുവരി 11 വരെയാണ് അതിൻ്റെ കാലാവധി. ഓക്കെ, അപ്പോൾ ഇന്ന് വരെ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ 16/4/2026 വരെയുള്ള ടൈം എടുത്താൽ ടോട്ടലായിട്ട് 2921 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ട് ഈ ഒരു കാലാവധി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവഴി ഏകദേശം 600+ ആളുകൾക്ക് കൂടി നിയമനം കിട്ടും. അപ്പോൾ ഏകദേശം 3000-ലധികം ആളുകൾക്ക് എന്തായാലും അഡ്വൈസ് പോകും എന്തായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം തന്നെ അറിയാം 12/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ സമയത്തും ഇത്രയും തന്നെ 3000-ലധികം ആളുകൾക്ക് അഡ്വൈസ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ കയറാനും അടുത്ത വർഷം തന്നെ ജോലി സാധ്യതയ്ക്കൊക്കെയുള്ള ഒരു വകുപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാത്തവർക്ക് ഇനിയും സമയമുണ്ട്. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് വിജയം സാധ്യമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ സിലബസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ എക്സാമിൻ്റെ സിലബസ് എന്താണ്, അതിൻ്റെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള, ഈ ഒരു ഭാഗത്തു നിന്നാണ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരു 6 ഭാഗമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ 6 ഭാഗങ്ങൾക്ക് 10 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല, അതുപോലെ കലാമേഖല, രാഷ്ട്രീയ മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ
ഇന്ത്യയിലെയും സമകാലിക സംഭവങ്ങളും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒന്നാമത്തെ ഭാഗത്ത് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് ഇന്ത്യയുടെ ജോഗ്രഫിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ജോഗ്രഫി എന്ന് പറയുമ്പം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതുപോലെ അതിർത്തികൾ, അതിരുകൾ, അതുപോലെ ഊർജം, അതുപോലെ ഗതാഗത വാർത്താവിനിമയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പം രാഷ്ട്രീയം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാമൂഹികവുമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളെ പറ്റിയിട്ടാണ്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത്. നാലാമത്തെ ഭാഗത്ത് വരുന്നത് മെയിനായിട്ട് നോക്കിയേ നമ്മുടെ പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, അതുപോലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു നാലാമത്തെ ഭാഗത്ത് വരുന്നത്. ഈ അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് വരുന്നത്. കേരളത്തിന്റെ ജോഗ്രഫിയും കാര്യങ്ങളും വരുന്നത് അഞ്ചാമത്തെ ഭാഗത്താണ്. അവിടെ കേരളത്തിന്റെ നദികളും കായലുകളും ഉണ്ട്, അതുപോലെ തന്നെ വൈദ്യുത പദ്ധതികൾ, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകളാണ് അഞ്ചാമത്തെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി ആറാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെ പറ്റിയിട്ടാണ്, അതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പറ്റിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അതായത് സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ച് നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കണം. ഇനി ബാക്കിയുള്ള 40 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ സയൻസിന് 20 മാർക്ക്, അതുപോലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 20 മാർക്ക്, ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ സയൻസിന് 20 മാർക്കാണ്. അതിൽ 10 മാർക്ക് നാച്ചുറൽ സയൻസിനും 10 മാർക്ക് ഫിസിക്കൽ സയൻസിനുമാണ്. അപ്പോൾ നാച്ചുറൽ സയൻസിൻ്റെ ഭാഗങ്ങൾ നോക്കാം. മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, അതുപോലെ രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ, അതുപോലെ വനങ്ങളും വനവിഭവങ്ങളും, അതുപോലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പം ഇതിലെ ഓൾമോസ്റ്റ് ഒരു 90% ഭാഗങ്ങളും നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്തെങ്കിലും ഈ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ചോദിക്കുക. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളും SCERT ബേസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ SCERT ടെക്സ്റ്റ് നോക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഫിസിക്കൽ സയൻസ് ഭാഗം. ഫിസിക്കൽ സയൻസും ഇതുപോലെ SCERT ബേസ് ചെയ്തിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തുനിന്ന് ചോദിക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ SCERT ടെക്സ്റ്റ് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ ഭാഗം ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയാണ്. രണ്ടാമത്തത് അയിരുകളും ധാതുക്കളുമാണ്, അതുപോലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, അതുപോലെ ദ്രവ്യവും പിണ്ഡവും, അതുപോലെ പ്രവൃത്തിയും ഊർജവും, അതുപോലെ ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, അതുപോലെ ശബ്ദവും പ്രകാശവും, സൗരയൂഥവും, അതുപോലെ അതിൻ്റെ സവിശേഷതകളും, ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ സയൻസ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ജനറൽ സയൻസ്, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ അർത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ടൈം മുഴുവൻ നിങ്ങൾക്ക് പൊതുവിജ്ഞാനം, ജനറൽ നോളജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇനിയുമുള്ള ടൈമിൽ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഈ ഒരു 40 മാർക്കിൻ്റെ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കവർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് നേരെ എവിടെ പോവുക, നിങ്ങൾ പൊതുവിജ്ഞാന ഭാഗത്തേക്ക് കടക്കുക കേട്ടോ. അധികം വൈകാതെ തന്നെ എല്ലാം പെട്ടെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ അർത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും 20 മാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 മാർക്ക് ലഘുഗണിതത്തിനും ബാക്കി 10 മാർക്ക് മെൻ്റൽ എബിലിറ്റിക്കുമാണ്. അപ്പോൾ ലഘുഗണിതത്തിൽ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ ലസാഗ ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, അതുപോലെ സമയവും ദൂരവും. ഇനി ഇടയ്ക്ക് ക്ലോക്ക്, കലണ്ടർ പോലുള്ള ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി വരാം. എങ്കിലും ഇതൊക്കെയാണ് ബേസായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ലഘുഗണിതത്തിൽ. ഇനി അടുത്തത് നോക്കിയേ, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും. ഇതിൽ വരുന്നത് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരം തിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന സിലബസ്. സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകൾ, മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം പഠിച്ച് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതി നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കേ, നമുക്ക് കമ്പനി ബോർഡ് LGSന്, അതുപോലെ ബെവ്കോ LDCക്കും VFAക്കുമായിട്ട് നമ്മൾ പുതുതായിട്ട് ഏപ്രിൽ 30 ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സുകൾക്ക്
ലൈവായിട്ടുള്ള അതുപോലെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ടെസ്റ്റ് സീരീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ടെസ്റ്റ് സീരീസും ഉണ്ട്, അതുപോലെ വീക്ക്ലി ടെസ്റ്റ് സീരീസും ഉണ്ട്, മന്ത്ലി ടെസ്റ്റ് സീരീസും ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് പ്രിന്റബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മെന്റർഷിപ്പ് ഉണ്ട്, 24/7 നമ്മൾ മെന്റർഷിപ്പ് തരുന്നുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ SCERT ബേസ് ചെയ്തിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളും April 30-നാണ് ആരംഭിക്കുന്നത്. വെറും 799 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് മികച്ചത് പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചത് മിനിറ്റിനൊപ്പം എപ്പോഴും നിങ്ങൾക്ക് മികച്ചത് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്തായാലും വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.